പുണ്യനദിയായ കാവേരി ഇവിടെ ധന്യയാകുന്നു. ഈ മണൽത്തരികൾ ശ്രുതിയും ലയവും താളവുമുള്ള നാദധാര കേട്ട് തരളിതമായിട്ടുണ്ട്. ഈ കുഞ്ഞോളങ്ങൾ സപ്തസ്വരങ്ങൾ മന്ത്രിക്കുന്നു. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ അഗ്രഗണ്യനായ ത്യാഗരാജസ്വാമിയുടെ ദീപ്ത സ്മരണയിൽ സായുജ്യ തരംഗമുണ്ടാക്കുന്ന കാവേരി. ഇവിടെ ഈ തീരത്താണ് ആ മഹാത്മാവ് ജീവിച്ചത്. ഭക്തിയുടെ ഉത്തുംഗ ശൃംഖത്തിൽ വിരാജിച്ച് ആത്മാവിൽ നിന്നും ആവിർഭവിച്ച 24,000 കൃതികൾ. രാമായണത്തിൽ ആദി കവിയും 24,000 ശ്ലോകങ്ങളല്ലേ രചിച്ചത്. വാൽമീകിയുടെ അവതാരമെന്ന് ഒരു ഭാഷ്യമുള്ളപ്പോൾ 3 ലോകത്തിലും തൻ്റെ വീണയുമായി ഭഗവത്ഗീതങ്ങൾ പാടി നടന്ന നാരദന്റെ അവതാരമെന്ന് മറ്റൊരു ഭാഷ്യം. ഈ തീരങ്ങളിൽ തൻ്റെ തമ്പുരുവുമായി സ്വയം രചിച്ച് ചിട്ടപ്പെടുത്തിയ ഭാവഗാനങ്ങളും പാടി നടന്ന സംഗീത ചക്രവർത്തി ത്യാഗരാജസ്വാമി. ത്യാഗരാജസ്വാമിയുടെ സമാധി മണ്ഡപത്തെയും അദ്ദേഹം പൂജിച്ചിരുന്ന ശ്രീരാമസ്വാമിയുടെ വിഗ്രഹത്തെയും നോക്കുമ്പോൾ നമുക്ക് സംശയം, സപ്തസ്വരങ്ങൾ അവിടെ നിന്ന് പ്രതിധ്വനിക്കുന്നുണ്ടോ? ഈ മന്ദിരത്തിന്റെ അകത്തളങ്ങളിലും അങ്കണത്തിലുമൊക്കെ വീശുന്ന മന്ദമാരുതൻ നമ്മുടെ കാതുകളിൽ നാട്ടയും ഗൗളയും ആരഭിയും വരാളിയും പിന്നെ ശ്രീരാഗവും മൂളുന്നു. 5 രാഗങ്ങളിൽ ആദി താളത്തിൽ ചിട്ടപ്പെടുത്തിയ പഞ്ചരത്ന കൃതികൾ. അതിൻ്റെ പ്രതിധ്വനി കേട്ട് നമ്മുടെ അന്തരംഗത്തിൽ ആ ശ്രീരാഗത്തിന്റെ സാഹിത്യം അലയടിക്കും. എന്തരോ മഹാനുഭാവനും. തമിഴ്നാട്ടിലെ പഴയ തഞ്ചാവൂർ ജില്ലയിലെ തിരുവാരൂർ എന്ന ക്ഷേത്ര ഗ്രാമം. ശിവനും പാർവതിയും പുത്രനായ മുരുകനൊപ്പം ഇരിക്കുന്ന സോമസ്കന്ധ രീതിയിലുള്ള ആരാധനാ സമ്പ്രദായമുള്ള തിരുവാരൂരിലെ ശിവക്ഷേത്രം. ഇവിടെ ശിവഭഗവാൻ ത്യാഗരാജൻ എന്ന പേരിൽ ഇരിക്കുന്നു. നമഃശിവായ മന്ത്രം ജപിക്കുന്ന കുഞ്ഞലകളുള്ള ക്ഷേത്രക്കുളം. ഈ ഗ്രാമം സുന്ദരിയാണ്, പുണ്യവതിയാണ്. തിരുവാരൂരിൽ അഗ്രഹാരത്തിലെ ആ ചെറിയ ഭവനത്തിൽ തെലുങ്കു ബ്രാഹ്മണ വംശത്തിൽപ്പെട്ട കക്കാർല രാമബ്രഹ്മം എന്ന സാത്വിക ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ പത്നി സീതമ്മ എന്ന സംഗീതജ്ഞയും ദേശദേവനായ ത്യാഗരാജനെ പൂജിച്ചു കഴിഞ്ഞിരുന്നു. മുടക്കാതെ പൂജകൾ നടത്തുന്ന സീതാ ലക്ഷ്മണ സമേതനായ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം അവരുടെ വീടിന്റെ ഏറ്റവും വലിയ ധനമായി അവർ കരുതിയിരുന്നു. ഇവരുടെ 2 പുത്രന്മാർ ജപേശ എന്ന് വിളിപ്പേരുള്ള പഞ്ചനാഥ ബ്രഹ്മവും പഞ്ചപാകേശ ബ്രഹ്മവും ഈശ്വരകാര്യങ്ങളിൽ ഉദാസീനരായിരുന്നു എന്ന ദുഃഖം ആ ദമ്പതികളെ അലട്ടിയിരുന്നു. തങ്ങൾ പൂജിച്ചു വരുന്ന ശ്രീരാമ വിഗ്രഹം തങ്ങളുടെ കാലശേഷം പൂജിക്കാൻ ആളില്ല എന്ന ദുഃഖത്തിൽ അവർ തിരുവാരൂർ ത്യാഗരാജനെ പ്രാർത്ഥിച്ചു വന്നിരുന്നു. ഒരു നാൾ രാമബ്രഹ്മത്തിന്റെ ദീർഘനിദ്രയിൽ ശിവഭഗവാൻ പാർവതീ സമേതനായി അദ്ദേഹത്തിന് സ്വപ്ന ദർശനം കൊടുത്ത് ഇപ്രകാരം അരുളി ചെയ്തത്രേ: നിനക്ക് 3ാമതായി ഒരു ആൺകുട്ടി പിറക്കും. ലോകമറിയുന്നവനായി അവൻ വളരും. എന്റെ അംശത്തിൽ ജനിക്കുന്ന ആ കുട്ടിക്ക് എന്റെ പേര് തന്നെ നൽകൂ. ആ സ്വപ്നം ഫലിച്ചു. 1767 മെയ് മാസം 4-ാം തീയതി തിരുവാരൂർ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചത് ഒരു പുണ്യദിനത്തിന്റെ നാന്തി കുറിച്ചുകൊണ്ടാണ്. മേഷമാസം ശുക്ലപക്ഷ സപ്തമി നാളിൽ പൂയം നക്ഷത്രത്തിൽ കർക്കിടക ലഗ്നത്തിൽ സീതമ്മ അവരുടെ 3ാമത്തെ പുത്രന് ജന്മം നൽകി. കാവേരിയുടെ കൈവഴിയായ ഒടംപോക്കി നദിയാണ് തിരുവാരൂരിന് കുളിരേകി ഒഴുകുന്നത്. നദിയുടെ കുഞ്ഞോളങ്ങളെ തഴുകി ത്യാഗരാജ ക്ഷേത്രത്തിന്റെ കൽത്തൂണുകളിൽ കലപിലനാദം പുറപ്പെടുവിച്ച് കടന്നുവന്ന മന്ദമാരുതൻ ആ കുട്ടിയുടെ കാതുകളിൽ സപ്തസ്വരങ്ങൾ മന്ത്രിച്ചുവോ? ത്യാഗരാജ ക്ഷേത്രത്തിൽ നിന്നുയർന്നു വന്ന വാദ്യതാളങ്ങളുടെ മന്ത്രധ്വനി ആ കുട്ടിയിൽ സംഗീതവും സംഗീതത്തിലൂടെ ഭക്തിയും വളർത്തിയോ? അതോ ഭക്തിയിലൂടെ സംഗീതം വളർന്നുവോ? സ്വപ്നത്തിൽ ഭഗവാൻ അരുളി ചെയ്തതുപോലെ ആ കുട്ടിക്ക് ത്യാഗരാജ ബ്രഹ്മം എന്ന് നാമകരണം ചെയ്തു. ആ പാവം ദമ്പതികൾ അറിഞ്ഞിരുന്നോ തങ്ങളുടെ പുത്രൻ സംഗീത ലോകം കീഴടക്കി ചക്രവർത്തിയാകുമെന്ന്? അമ്മയുടെ മുലപ്പാൽ കുടിക്കുമ്പോൾ പരിസരത്ത് സംഗീതധ്വനികൾ കേട്ടാൽ ആഹാരം മതിയാക്കി ആ ശിശുവിന്റെ നയനങ്ങൾ ആ സംഗീതധ്വനിയുടെ ഉറവിടം തേടുമായിരുന്നുവെന്ന് കൃഷ്ണസ്വാമി ഭാഗവതർ എഴുതിയ
ത്യാഗരാജ ജീവചരിത്രത്തിൽ പറയുന്നു. ത്യാഗരാജന്റെ ശൈശവം. രാമബ്രഹ്മം അവനെ രാമകഥകൾ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. അമ്മയിൽ നിന്ന് സംഗീതം. മാതൃഭാഷയായ തെലുങ്കും സംസ്കൃതവും അച്ഛൻ്റെ ശിക്ഷണത്തിൽ തന്നെ. ഭക്തിയുടെ അവാച്യമായ ഭാവമായിരുന്നു ആ കുട്ടിയിൽ എപ്പോഴും നിലനിന്നിരുന്നത്, രാമഭക്തി. ഏറെ താമസിയാതെ ഈ കുടുംബം 5 നദികളുടെ സംഗമ ഭൂമിയായ തിരുവയ്യാറിലേക്ക് താമസം മാറ്റി. കലയുടെയും സാഹിത്യത്തിൻ്റെയും ഈറ്റില്ലമായ തഞ്ചാവൂരിന് തൊട്ടടുത്തുള്ള ഗ്രാമം. കാവേരി നദി അതിൻ്റെ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുന്ന തിരുവയ്യാർ. തിരുവയ്യാറിലെ തിരുമഞ്ജനം അഗ്രഹാര തെരുവിലെ ഒരു ചെറിയ വീട്ടിൽ ആ കുടുംബം താമസമാക്കി. ശിവഭഗവാൻ തിരുവയ്യാറപ്പനായി നിൽക്കുന്ന തിരുവയ്യാറിലെ ശിവക്ഷേത്രം. അന്ന് തഞ്ചാവൂർ ഭരിച്ചിരുന്നത് മറാത്തി രാജവംശത്തിലെ തുൽജാജി മഹാരാജാവായിരുന്നു. തഞ്ചാവൂരിലെ മറാത്തി രാജാക്കന്മാരെല്ലാം തന്നെ കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ. തിരുവയ്യാറിലുള്ള രാജാ സംസ്കൃത സ്കൂളിൽ ത്യാഗരാജൻ തൻ്റെ പഠനം ആരംഭിച്ചു. വീണ കാളഹസ്തി അയ്യായും മാതൃപിതാവായ ഗിരിരാജ ബ്രഹ്മവും ഈ ബാലന് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പകർന്നുകൊടുത്തു. പിൽക്കാലത്ത് ത്യാഗരാജൻ രചിച്ച് ചിട്ടപ്പെടുത്തിയ ഒരു കൃതി തുടങ്ങുന്നത് ഗിരിരാജ സുത തനയ എന്നാണ്. ഗിരിരാജന്റെ പുത്രിയുടെ പുത്രൻ എന്നർത്ഥം. പല കൃതികളിലും ഭഗവാന്മാരെ പ്രകീർത്തിക്കുമ്പോൾ അതിൽ തൻ്റെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും പേരുകൾ ദ്വയാർത്ഥമായി പ്രയോഗത്തിൽ വരുത്തുന്ന മാന്ത്രിക ശൈലി നമുക്ക് ത്യാഗരാജ കൃതികളിൽ കാണാം. 1780 ആണ്ട് കർണാടക സംഗീത ചരിത്രത്തിലെ ഒരു സൗഭാഗ്യ വർഷമാണ്. 13 വയസ്സുള്ള ത്യാഗരാജൻ സ്വന്തമായി രചിച്ച് ദേശിക തോടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ നമോ നമോ രാഘവായ എന്ന അനശ്വര കൃതി പിറവിയെടുക്കുന്നു. ഇതൊരു മഹത്തായ തുടക്കമായിരുന്നു. നമോ നമോ രാഘവായ അനീശം, നമോ നമോ രാഘവായ അനീശം, നമോ നമോ രാഘവായ അനീശം. ഈ ബാലന്റെ അത്ഭുത സിദ്ധിക്ക് മുമ്പിൽ പകച്ചു നിന്ന ഗ്രാമവാസികൾ തുൽജാജി മഹാരാജാവിന്റെയും തുടർന്ന് 1798 മുതൽ പ്രസിദ്ധനായ ശരഭോജി രണ്ടാമൻ മഹാരാജാവിന്റെയും രാജസദസ്സിൽ ആസ്ഥാന ഗായകനായിരുന്ന സോണ്ടി വെങ്കടരമണയ്യ എന്ന പ്രഗത്ഭ സംഗീതജ്ഞന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഈ ബാലൻ സംഗീത സാഗരം നീന്തിക്കടക്കുവാൻ തുടങ്ങി. ഈ കാലത്തെല്ലാം പിതാവിന്റെ ധനമായി വിശേഷിപ്പിക്കപ്പെട്ട രാമവിഗ്രഹം പൂജിക്കുകയും രാമമന്ത്രം ഉരുവിടുമ്പോൾ സ്വയം മറക്കുന്ന അവസ്ഥയിലാവുകയും ചെയ്തിരുന്നു ത്യാഗരാജൻ. രാമകൃഷ്ണാനന്ദ സ്വാമി എന്ന ഒരു സന്യാസിയിൽ നിന്നും ത്യാഗരാജൻ ഷഡാക്ഷര രാമമന്ത്രം മന്ത്രദീക്ഷയായി സ്വീകരിക്കുകയുണ്ടായി. ഏതാണ്ട് 18 വയസ്സെത്തിയപ്പോഴേക്കും ത്യാഗരാജൻ അനവധി കൃതികൾ രചിക്കുകയും അവയെല്ലാം വിവിധ രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തി ആലപിക്കുകയും ചെയ്തു. അഭേരി രാഗത്തിലെ നഗുമോ എന്ന പ്രസിദ്ധമായ കൃതി. ഭക്തവത്സല, ശ്രീരാഘവ, അങ്ങയുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണാതിരിക്കാൻ എനിക്കാവില്ല. എന്റെ മനസ്സിന്റെ ഈ ദുർഘടാവസ്ഥ പരിഹരിക്കാൻ നീ വരില്ലേ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന മഹാഋഷി. നഗുമോ മൂഗനലേ നി നജാലേ తెలిసి నగుమో మూగనలేని నాజాలి తెలిసి. അദ്ദേഹത്തിൽ നിന്നും സംഗീതം പഠിക്കുവാൻ ധാരാളം ശിഷ്യർ വന്നു തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ സഹോദരനായ പഞ്ചപാകേശ ബ്രഹ്മം അകാലത്തിൽ മൃതിയടയുന്നത്. തിരുവയ്യാർ ഗ്രാമവും ത്യാഗരാജനും തഞ്ചാവൂരിന്റെ അതിരുകൾ വിട്ട് ഭാരതം മുഴുവൻ പ്രസിദ്ധമായി തുടങ്ങി. സന്തത സഹചാരിയായി അദ്ദേഹത്തോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ വലജപ്പെട്ട വെങ്കിടരമണ ഭാഗവതരും. ഭാഗവതർ ഏതാണ്ട് 30 വർഷത്തോളം ത്യാഗരാജനോടൊപ്പം ഉണ്ടായിരുന്നത്രേ. അക്കാലത്ത് ഭാഗവതന്മാർ ശിഷ്യന്മാരോടൊത്ത് ഊഞ്ചവൃത്തി നടത്തിയിരുന്നു. അന്നേക്കുള്ള ആഹാരത്തിനായി തെരുവിലൂടെ സംഗീതാർച്ചന നടത്തുകയും ഓരോ വീട്ടിൽ നിന്നും ധാന്യങ്ങൾ ഭിക്ഷയായി വാങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഊഞ്ചവൃത്തി. ഊഞ്ചവൃത്തി ചെയ്യുന്നവൻ മോക്ഷപ്രാപ്തനാകുമെന്ന് പുരാണങ്ങൾ പറയുന്നു. ഗൃഹസ്ഥന്മാർക്കാണ് ഊഞ്ചവൃത്തി പറഞ്ഞിട്ടുള്ളത്. രാമകീർത്തനങ്ങൾ ആലപിച്ച് ത്യാഗരാജനും എല്ലാ ദിവസവും ഊഞ്ചവൃത്തി നടത്തുമായിരുന്നു.
1790 23 വയസ്സിൽ അദ്ദേഹം പാർവതി എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തുവെങ്കിലും ഏറെ താമസിയാതെ ആ കുട്ടി അകാലത്തിൽ മൃതിയടഞ്ഞു. പിന്നീട് അദ്ദേഹം അവരുടെ സഹോദരിയായ കമലാംബ എന്ന കുട്ടിയെ വിവാഹം കഴിക്കുകയും ഭർതൃശുശ്രൂഷകളിലും ശ്രീരാമഭക്തിയിലും മുഴുകി അവർ അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം ജീവിക്കുകയും ചെയ്തു. ഈ ദമ്പതികൾക്ക് സീതാലക്ഷ്മി എന്നു പേരുള്ള ഒരു പുത്രി ജനിച്ചു. കാലചക്രം തിരിഞ്ഞപ്പോൾ പുത്രിയുടെ വിവാഹം നടത്തുകയും അങ്ങനെ ഗൃഹസ്ഥൻ എന്ന നിലയിലുള്ള തന്റെ കടമ നിർവഹിക്കുകയും ചെയ്തു. കുപ്പുസ്വാമി അയ്യർ എന്നയാളായിരുന്നു സീതാലക്ഷ്മിയെ വിവാഹം ചെയ്തത്. ഈ ദമ്പതികൾക്ക് ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രന്റെ പേരോ ത്യാഗരാജൻ. ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിൽ പ്രാവീണ്യം നേടിയ ചെറുമകൻ എന്നാൽ 30ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. അങ്ങനെ മറ്റൊരു തലമുറയെ ശേഷിച്ചു വെക്കാതെ ത്യാഗരാജൻ എന്ന ത്യാഗരാജസ്വാമി തന്റെ ജീവിതയാത്ര തുടർന്നു. ത്യാഗരാജസ്വാമിക്ക് 25 വയസ്സുള്ളപ്പോൾ സംഗീതജ്ഞരുടെ ഒരു സദസ്സിലേക്ക് അദ്ദേഹത്തിന്റെ ഗുരുവായ സോണ്ടി വെങ്കിടരമണയ്യ അദ്ദേഹത്തെ ക്ഷണിച്ചു. മഹാവിദ്വാൻമാരുടെ സദസ്സിൽ അദ്ദേഹം പാടിത്തുടങ്ങി. സദസ്സ് പരിസരം മറന്ന് ലയിച്ചിരിക്കുന്നു. പല കീർത്തനങ്ങൾക്കും ശേഷം ബിലഹരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ദ്വരഗുണ എന്ന കീർത്തനം ആരംഭിച്ചു. കാമിത ഫലദായകി എന്ന വരികൾ പാടുമ്പോൾ അദ്ദേഹത്തിന്റെ മനോധർമ്മ പ്രയോഗത്തിൽ സ്വന്തം ഗുരുവായ വെങ്കിടരമണയ്യയുടെ നയനങ്ങളിൽ നിന്നും സന്തോഷാശ്രുക്കൾ ധാരധാരയായി വന്നു. പെട്ടെന്ന് അദ്ദേഹം തന്റെ ശ്രേഷ്ഠനായ ശിഷ്യന് ഒരു സ്വർണമാല സമ്മാനമായി കൊടുത്തത്രേ. ആരിൽ നിന്നും സമ്മാനമോ പണമോ വാങ്ങില്ലെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തിരുന്ന ത്യാഗരാജസ്വാമി അല്പം വിഷമത്തോടെയെങ്കിലും തന്റെ ഗുരുവിന്റെ സമ്മാനം സ്വീകരിച്ചു. എന്നാൽ ഗുരുപുത്രിയുടെ വിവാഹത്തിന് ഈ സമ്മാനം തിരികെ നൽകി മനസ്സിനെ ശാന്തമാക്കി. ത്യാഗരാജന്റെ ജ്യേഷ്ഠ സഹോദരനായ പഞ്ചനാഥ ബ്രഹ്മത്തിന് ത്യാഗരാജൻ സംഗീതാർച്ചനകൾക്ക് പ്രതിഫലവും പണവും വാങ്ങാത്തതിൽ അതിയായ അമർഷമുണ്ടായിരുന്നു. തന്റെ സംഗീത സപര്യ തുടരുന്ന അക്കാലത്ത് അദ്ദേഹത്തിന്റെ പിതാവും ലോകത്തോട് യാത്ര പറഞ്ഞു. ആയിടയ്ക്ക് ശരഭോജി മഹാരാജാവിന്റെ സദസ്സിൽ ഒരു സംഗീത വിദ്വാൻ ത്യാഗരാജ കൃതികൾ ആരംഭിച്ചു. ത്യാഗരാജ വൈഭവം നേരത്തെ തന്നെ കേട്ടറിഞ്ഞിരുന്ന മഹാരാജാവ് ത്യാഗരാജനെ ഉടൻ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ആസ്ഥാന ഗായകസ്ഥാനവും സ്വപ്നം കാണാനാകാത്ത ധനസമ്പത്തും വാഗ്ദാനം ചെയ്തു. രാജപ്രതിനിധികൾ ത്യാഗരാജന്റെ ഭവനത്തിലെത്തുകയും രാജകൽപ്പന അറിയിക്കുകയും ചെയ്തു. ഒരു മന്ദസ്മിതത്തോടെ ആ മഹാപ്രതിഭ അത് നിരസിക്കുകയും പെട്ടെന്ന് മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കൃതി കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തി പാടുകയും ചെയ്തു. ആ കൃതിയാണ് നിധിജാല സുഗമ എന്ന കീർത്തനം. അതിൻ്റെ അർത്ഥം നോക്കൂ. എൻ്റെ മനസ്സേ, നീ പറയൂ, ധനമാണോ നമുക്ക് സുഖദായകം, അതോ ആ പവിത്ര സന്നിധിയിലെ രാമപൂജയോ? ഈ സംഭവം സഹോദരനായ പഞ്ചനാഥ ബ്രഹ്മത്തെ കോപാകുലനാക്കി. അന്നു രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അയാൾ ത്യാഗരാജന്റെ ജീവനായിരുന്ന ശ്രീരാമ വിഗ്രഹം മോഷ്ടിക്കുകയും കാവേരിയിൽ എറിയുകയും ചെയ്തു. പ്രഭാതത്തിൽ തന്റെ രാമനെ കാണാനില്ലാതെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ത്യാഗരാജൻ വാവിട്ട് കരഞ്ഞു. തന്റെ രാമനെ തേടി കാവേരിയുടെ തീരത്തുകൂടി രാമകീർത്തനം പാടി ദിവസങ്ങളോളം അദ്ദേഹം നടന്നു. ഒരു സന്ധ്യയിൽ കാവേരിയുടെ കുഞ്ഞലകളിൽ എന്തോ തിളക്കം ദർശിച്ച ത്യാഗരാജൻ നദിയിലിറങ്ങി. മുങ്ങിപ്പൊങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പവിത്രമായ കരങ്ങളിൽ ആ വിഗ്രഹം, തന്റെ ശ്രീരാമ വിഗ്രഹം, അളവറ്റ ആനന്ദ സാഗരത്തിൽ ആറാടി അദ്ദേഹം രാമനെ സ്തുതിച്ചു. വിഗ്രഹവുമായി വീട്ടിലെത്തിയ ത്യാഗരാജന് ജ്യേഷ്ഠന്റെ ശകാരവും പരിഹാസവും കേൾക്കേണ്ടി വന്നു. ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം പത്നി സമേതനായി തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയുമുണ്ടായി. മനസ്സിൽ ഒട്ടും വിഷമമില്ലാതെ ശ്രീരാമ വിഗ്രഹം ഒഴിച്ച് വീട്ടുസാധനങ്ങളെല്ലാം ത്യാഗിയായ ത്യാഗരാജൻ സഹോദരന് നൽകി. ഏറെ താമസിയാതെ അദ്ദേഹത്തിന്റെ മാതാവും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. സംഗീതയാത്രയിൽ അനുദിനം അദ്ദേഹം കൃതികൾക്ക് പിന്നാലെ കൃതികളുമായി ജൈത്രയാത്ര നടത്തി. ശിഷ്യരുമൊത്ത് ധാരാളം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, അവിടെല്ലാം പുതിയ പുതിയ കൃതികൾ രചിച്ച് ചിട്ടപ്പെടുത്തി ആലപിക്കുക, ഇത് പതിവായി. അചഞ്ചലമായ ഭക്തിയിൽ അദ്ദേഹം സംഗീതത്തിലൂടെ തന്നെ ശ്രീരാമനെ സീതാലക്ഷ്മണ ഹനുമാൻ സമേതനായി ദർശിച്ചു എന്ന് പറയപ്പെടുന്നു. ശ്രീരാമനെയും സീതാദേവിയെയും വർണ്ണിക്കുന്ന എത്രയെത്ര കൃതികൾ! ഹരഹരപ്രിയയിൽ വിടർത്തിയെടുത്ത പക്കാല നിലാബേട്ടി സംഗീതശാസ്ത്രത്തിലെ ഒരത്ഭുതം തന്നെ. ചന്ദ്രന്റെ തേജസ്സിനെ വെല്ലുന്ന മുഖകാന്തിയുള്ള സീതാദേവി,
ഭഗവാന്റെ ഏറ്റവും പ്രധാന ദാസനായ ലക്ഷ്മണ, നിങ്ങൾക്ക് ഭഗവാന്റെ ഇരുവശവും സദാ നിൽക്കുവാൻ ഭാഗ്യം കിട്ടിയതെങ്ങനെ? നിങ്ങൾ അവനെ ധ്യാനിച്ച് സ്വയം നഷ്ടപ്പെടുകയാണോ? എനിക്കും അത് പിന്തുടരാനുള്ള രഹസ്യം പറഞ്ഞു തരുമോ? പക്കല നിലബടേ ഗൊലിചേ മുച്ചട ബഗ ദിൽ പരാദ പക്കല നില. ഒരിക്കൽ തന്റെ പിതാവിന്റെ സുഹൃത്തായ കാഞ്ചീപുരം മഠത്തിലെ ശ്രീ ഉപനിഷത് ബ്രഹ്മം സ്വാമിയുടെ ക്ഷണം സ്വീകരിച്ച് ത്യാഗരാജൻ കാഞ്ചീപുരം സന്ദർശിച്ചു. ക്ഷേത്ര ദർശനങ്ങളിലും തീർത്ഥാടനങ്ങളിലും എന്നും ഒരു ശിഷ്യവൃന്ദം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. കാഞ്ചീപുരം തീർത്ഥാടനത്തിൽ അദ്ദേഹത്തിന്റെ പ്രമുഖ ശിഷ്യനായിരുന്ന വീണ കുപ്പയ്യരുടെ നേതൃത്വത്തിലുള്ള ശിഷ്യഗണമാണ് അദ്ദേഹത്തെ അനുഗമിച്ചത്. കാഞ്ചീപുര സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മദിരാശിയിൽ കോവൂർ സുന്ദരേശ മുതലിയാരുടെ ഭവനത്തിൽ ഒരാഴ്ചക്കാലം താമസിക്കുകയും വിവിധ സദസ്സുകളിൽ സംഗീതാർച്ചന നടത്തുകയും ചെയ്തു. പതിവ് പോലെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലെത്തി പുതിയ പുതിയ കൃതികൾക്ക് ജന്മം കൊടുത്തു. മദിരാശിയിലെ കോവൂരുള്ള പ്രസിദ്ധമായ സുന്ദരേശ്വര ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം 5 കൃതികൾ എഴുതി ചിട്ടപ്പെടുത്തി. ഷഹാനയിലും ഖരഹരപ്രിയയിലും പന്തുവരാളിയിലും കല്യാണിയിലും ശങ്കരാഭരണത്തിലുമായി ചിട്ടപ്പെടുത്തിയ ഈ കൃതികൾ കോവൂർ പഞ്ചരത്ന കൃതികൾ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആതിഥേയനായിരുന്ന കോവൂർ മുതലിയാർ അദ്ദേഹത്തിന് കനകാഭിഷേകം നടത്തി. ദ്രവ്യത്തിൽ താല്പര്യമില്ലാത്ത ആ സാത്വികന് കനകാഭിഷേകം എന്തിന്? എങ്കിലും ത്യാഗരാജസ്വാമിയെ അറിയിക്കാതെ മുതലിയാർ 1000 സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ ഗുരുവും ശിഷ്യരും തങ്ങളുടെ തീർത്ഥയാത്ര തുടരവേ വിജനമായ ഒരു സ്ഥലത്ത് 2 കൊള്ളക്കാർ ഈ സംഘത്തെ ആക്രമിച്ചു. ഈ അവസരത്തിൽ ശിഷ്യപ്രമുഖനായ കുപ്പയ്യർ 1000 സ്വർണ്ണ നാണയത്തിന്റെ കഥ ത്യാഗരാജനെ ധരിപ്പിച്ചു. ഒരു മന്ദഹാസത്തോടെ ആ സാത്വിക സംഗീതജ്ഞൻ ആ ശിഷ്യനോട് പറഞ്ഞത് സ്വർണ്ണ നാണയങ്ങൾ തസ്കരന്മാർക്ക് കൊടുത്തേക്കൂ എന്നാണ്. ഒപ്പം ഈ ധനം കൈപ്പറ്റിയതിൽ ശിഷ്യരെ ശകാരിക്കുകയും ചെയ്തു. എന്നാൽ കുപ്പയ്യരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗുരു, ഈ ധനം അങ്ങേക്ക് തന്നതല്ല, നമുക്ക് ശ്രീരാമനവമി ആഘോഷിക്കുവാനായി തന്നതാണ്. ശ്രീരാമസ്വാമി എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ശാന്തനായി. അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്: ഇത് രാമന്റെ പണമെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. ഇതിൽ വ്യസനിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ദർബാർ രാഗത്തിൽ ആ കൃതി പുറത്തു വന്നു: മുണ്ടുവേണുക, അല്ലയോ രാമ, എൻ്റെ അടുത്ത് വരൂ, പിന്നിൽ നിന്നും മുന്നിൽ നിന്നും എന്നെ സംരക്ഷിക്കൂ. ക്ഷണനേരത്തിൽ കുതിരപ്പുറത്തു വന്ന 2 ഭടന്മാർ ഈ തസ്കരന്മാരെ തുരത്തുകയും ശിഷ്യന്മാരോടായി ധൈര്യമായി പൊക്കൊള്ളൂ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഈ സമയമെല്ലാം ത്യാഗരാജസ്വാമി ഇതൊന്നും അറിയാതെ ആ ദർബാർ രാഗത്തിന്റെ അലകളിൽ സ്വയം മറന്ന് നീന്തി തുടിക്കുകയായിരുന്നു. കീർത്തനാലാപം കഴിഞ്ഞപ്പോൾ ശിഷ്യർ നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ത്യാഗരാജസ്വാമി പറഞ്ഞു: ആ കുതിരപ്പുറത്ത് വന്നത് സാക്ഷാൽ രാമനും ലക്ഷ്മണനും തന്നെ. ആ തസ്കരന്മാർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് ഭഗവത് ദർശനം സാധ്യമായല്ലോ. ഇങ്ങനെ ത്യാഗരാജസ്വാമി രാമഭജനവും രാമദർശനവും രാമസാമീപ്യവും അനവധി തവണ അനുഭവിച്ചിരുന്നത്രേ. അദ്ദേഹത്തിന്റെ ശിഷ്യർ എല്ലാവരും തന്നെ പിൽക്കാലത്ത് പ്രഗത്ഭരായ സംഗീതജ്ഞരായി മാറി. ശിഷ്യരെ പരിശീലിപ്പിച്ച് വിദ്വാൻമാരാക്കുന്നതിൽ ത്യാഗരാജസ്വാമി കാണിച്ച അർപ്പണ മനോഭാവം അനിതര സാധാരണമാണ്. വീണ കുപ്പയ്യരും വെങ്കടരമണ ഭാഗവതരും സുബ്ബരായ ശാസ്ത്രിയും മണമ്പുകാവടി വെങ്കടസുബ്ബയ്യരും ത്യാഗരാജസ്വാമിയിൽ നിന്ന് ധാരാളം കൃതികൾ പഠിച്ച ശേഷം സ്വന്തമായി കൃതികൾ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ സുബ്ബരായ ശാസ്ത്രി എന്ന ഭാഗവതർ കർണാടക സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായ ശ്യാമശാസ്ത്രിയുടെ പുത്രനാണെന്നത് എടുത്തു പറയത്തക്ക കാര്യമാണ്. ശിഷ്യന്മാർ വഴിയാണ് നമുക്ക് ആ മഹത് കൃതികൾ എഴുതപ്പെട്ട രീതിയിൽ ഇന്ന് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ശിഷ്യന്മാർ സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾ എത്ര മഹത്തരമെന്ന് കാണാം. അസാധാരണമായ ആ ഗുരുശിഷ്യ ബന്ധത്തിന് മുമ്പിൽ പ്രണാമം. 24,000 കൃതികൾ രചിച്ച് ചിട്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 800-നടുത്ത് കൃതികൾ മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. ഈ മഹത്തായ കൃതി നോക്കൂ: ക്ഷീരസാഗര ശയന. ശ്രീരാമസ്വാമിയെ മഹാവിഷ്ണുവായി തന്നെ കണ്ട് ഭക്തിയോടെ ദേവഗാന്ധാരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ക്ഷീരസാഗര ശയന. പാലാഴിയിൽ ശയനം ചെയ്യുന്ന ഭഗവാനെ
ഗജേന്ദ്രന് മോക്ഷം കൊടുത്തതുപോലെ, ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്തതുപോലെ എൻ്റെ അടുത്ത് എത്താത്തത് എന്തേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നനു ശിരസാഗര ശയന നനു. ഓരോ കൃതിയുടെയും അർത്ഥവ്യാപ്തിയും ആലാപന ശൈലിയും കാലത്തെ അതിജീവിച്ചു നിൽക്കുന്നു. ഇന്നും ത്യാഗരാജ കൃതികളുടെ ആരോഹണ അവരോഹണങ്ങളില്ലാതെ ഒരു സംഗീത കച്ചേരിയും നടക്കുന്നില്ല എന്നതാണ് സത്യം. രാമാനിനു നമ്മിന രാമാനിനു നമ്മിന രാമാനിനു നമ്മിന വാരമു രാമാനിനു നമ്മിന. സ്വന്തമായി ചിട്ടപ്പെടുത്തിയ അനേകം രാഗങ്ങൾ, അവയിൽ കർണരഞ്ജിനിയും ചിന്താമണിയും മനോഹരിയും നളിനകാന്തിയും എല്ലാമുണ്ട്. ഖരഹരപ്രിയയിലാണ് അദ്ദേഹം മാന്ത്രികത ഏറെ കാണിച്ചതെന്ന് പണ്ഡിതർ പറയുന്നു. രഞ്ജയതി ഇത് രാഗ അഥവാ രഞ്ജകാത്വം ഇത് രാഗത്വം എന്ന പ്രമാണങ്ങൾ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നതാണ് രാഗം. രാഗങ്ങളെ ഈ പ്രമാണമനുസരിച്ച് തന്നെ അമ്മാനമാടുന്ന ശൈലിയായിരുന്നു ഈ സംഗീതജ്ഞൻ തെരഞ്ഞെടുത്തത്. ഖരഹരപ്രിയ, ശങ്കരാഭരണം, മോഹനം തുടങ്ങിയ രാഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഘടനയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ വികാരത്തിനും ഭാവത്തിനുമാണ് ത്യാഗരാജസ്വാമി പ്രാധാന്യം കൊടുത്തിരുന്നത്. മറ്റുള്ള സംഗീത പ്രതിഭകൾ വർണ്ണനകൾക്ക് പ്രാധാന്യം കൊടുത്ത് കൃതികൾ രൂപപ്പെടുത്തുമ്പോൾ ത്യാഗരാജ കൃതികൾ ഒട്ടുമിക്കതും സംഭാഷണ രൂപത്തിൽ കാണപ്പെടുന്നു. പലപ്പോഴും ഭഗവാനും ഭക്തനും തമ്മിലുള്ള സംഭാഷണങ്ങൾ തന്നെ. പല കൃതികളും ദേശാദിതാളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ത്യാഗരാജ കൃതികളുടെ പ്രത്യേകത. 5 വ്യത്യസ്ത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ ആ 5 കൃതികൾ പഞ്ചരത്ന കൃതികൾ. ത്യാഗരാജ ആരാധന എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് തിരുവയ്യാറിലും ലോകത്തിന്റെ പല ഭാഗത്തും ഈ കൃതികൾ സംഗീതജ്ഞരും സംഗീത വിദ്യാർത്ഥികളും ഒന്നിച്ചിരുന്ന് ആലപിച്ച് ആ മഹാനുഭാവനെ ഇന്നും ആരാധിക്കുന്നു. ഈ കൃതികളിൽ ആദ്യ കൃതി സംസ്കൃതത്തിലും മറ്റു 4 തെലുങ്കിലുമാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ആ കൃതികളിലെ ആദ്യ കൃതിയായ ജഗദാനന്ദകാരക, നാട്ടരാഗത്തിന്റെ മാസ്മരികത, ജഗത്തിനു മുഴുവൻ ആനന്ദം നൽകുന്നവനായ ശ്രീരാമ നിനക്ക് ജയം ഭവിക്കട്ടെ, നിഗമങ്ങൾ അഥവാ വേദങ്ങൾ അറിയുന്ന നിന്റെ യഥാർത്ഥ രൂപം മോക്ഷപ്രദമാണ്, വേദിയൻ, ധർമ്മപരായണൻ, മോക്ഷദായകൻ, സത്യസ്വരൂപൻ എന്നിങ്ങനെ തന്റെ ഇഷ്ടദൈവത്തെ വാഴ്ത്തുന്നു ത്യാഗരാജസ്വാമി. ഇന്ദ്രനീലമണി സന്നിപാപദനഗന്ധസൂര്യനേയവ ഇന്ദ്രജഗതകലേന്ദ്രശൂദ്രനാഗേന്ദ്രയന സമനവൈ കണ്ഡിതജഗനാനന്ദ നാട്ടയിൽ തുടങ്ങി 5ാമത്തെ കൃതിയിലെത്തുമ്പോൾ ശ്രീരാഗത്തിന്റെ മാസ്മരികത എന്തരോ മഹാനുഭാവലു. ഈ കൃതി ഉണ്ടായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. കേരളത്തിൽ പിറവത്തിനടുത്ത് രാമമംഗലം എന്ന സ്ഥലം. അവിടെ ജനിച്ച് ദേശദേശാന്തരങ്ങളിൽ ഭക്തിയും സംഗീതവുമായി നടന്നിരുന്ന ഗോവിന്ദമാരാർ എന്ന സംഗീതജ്ഞൻ. ഒരു കൈയിൽ ഇടയ്ക്കയും മറുകൈയിൽ തമ്പുരുവുമായി നടന്നിരുന്ന മാരാർക്ക് 6 കാലങ്ങളിൽ പാടാനുള്ള കഴിവുണ്ടായിരുന്നത്രേ. അതിനാൽ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഷഡ്കാല ഗോവിന്ദമാരാർ എന്നായിരുന്നു. സ്വാതി തിരുനാളിന്റെ ആസ്ഥാന ഗായക സംഘത്തിൽ കുറച്ചുകാലം ഗോവിന്ദമാരാരും ഉണ്ടായിരുന്നു. തഞ്ചാവൂർ കലാസംഘം തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ സംഗീതത്തിന്റെ മന്ത്രധ്വനികൾ പ്രതിധ്വനിപ്പിച്ചിരുന്ന കാലം. വർഷം 1842. എങ്ങും സ്ഥിരമായി നിൽക്കാത്ത ഗോവിന്ദമാരാർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തന്റെ യാത്ര തുടരുകയും കാവേരി തീരത്തെ തിരുവയ്യാറിലെത്തുകയും ചെയ്തു. മാരാർ ത്യാഗരാജസ്വാമിക്ക് മുമ്പിൽ ആ അഷ്ടപതി പാടി. ഇടക്കയുടെ ധ്വനിയിൽ ചന്ദന ചർച്ചിത നീലകളേബര, ചന്ദന ചർച്ചിത നീലകളേബര, ചന്ദന ചർച്ചിത നീലകളേബര, പീതവസന വനമാലി, ചന്ദന ചർച്ചിത
ആ സംഗീത ലഹരിയിൽ ആറാടി നിന്ന ത്യാഗരാജസ്വാമി അഷ്ടപതി പൂർത്തിയായപ്പോൾ അറിയാതെ പാടി എന്തൊരു മഹാനുഭാവനു ശ്രീരാഗത്തിലൂടെയുള്ള ഒരു യാത്ര. గుణపాదములకు స్వాదమను సరోజమును సమర్పణము సేయువా ఎంతరో మహాను భావులు ససనిపా నిసనిపాగ. ഭഗവാനുമായുള്ള അഗാധ ബന്ധവും മറ്റുള്ളവരെ പ്രബുദ്ധതയിലേക്ക് നയിക്കുന്നതിലുള്ള പങ്കും തിരിച്ചറിഞ്ഞ മഹത് വ്യക്തികൾ. അങ്ങനെ ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും ആത്മീയ മഹത്വം നേടിയ എല്ലാ മഹാനുഭാവന്മാർക്കുമുള്ള ഒരു നമസ്കാരമാണ് ഈ കൃതി. ഷഡ്കാല ഗോവിന്ദമാരാർക്ക് ഇതിൽ പരം ഒരു ആദരവ് ലഭിക്കാനുണ്ടോ? എത്ര മനോഹരമായ സാഹിത്യം, ശ്രീരാഗത്തിന്റെ മാന്ത്രിക സ്വരവിന്യാസം. എല്ലാ ഭക്തരെയും ആ മംഗളകരമായ ദിവ്യമായ വിവാഹം കാണുവാൻ സ്വാമികൾ ക്ഷണിക്കുന്നു. ശ്രീരാമദേവന്റെയും സീതാദേവിയുടെയും വിവാഹം, സീതാ കല്യാണ വൈഭോഗമേ. കുറിഞ്ചി രാഗം ശ്രോതാവിനെ ഒരു കുളിർ തെന്നലായി തഴുകി തലോടി പോകുന്ന അനുഭൂതി. പവനജ സ്തുതി പാത്ര പവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. 1845 ത്യാഗരാജസ്വാമിയുടെ ധർമ്മപത്നിയായ കമലാംബ ലോകത്തോട് വിട പറഞ്ഞു. ഭാര്യയും മകളും കൊച്ചുമകനുമെല്ലാം യാത്രയാകുന്നത് അദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ. എന്നാൽ ശ്രീരാമഭക്തി മാത്രം മനസ്സ് നിറയുമ്പോൾ വികാരവും വിചാരവുമെല്ലാം അതുമാത്രം. ഭൗതിക ലോകത്തിന്റെ നശ്വരത ഏറെ ബോധ്യമുണ്ടായിരുന്ന അവതാര പുരുഷൻ. സംഗീതത്തിലൂടെ ഭക്തിയും ഭക്തിയിലൂടെ സംഗീതവും, ഇതായിരുന്നു സത്യത്തിൽ ത്യാഗരാജസ്വാമി. 1846 തന്നെ അദ്ദേഹം ബ്രഹ്മഭാവത്തിലെത്തിയിരുന്നു. ഭഗവാനും താനും ഒന്നാണെന്ന ആ ഭാവത്തിൽ എത്തിയ യോഗിവര്യൻ, സന്യാസി. ശ്രീരാമസ്വാമി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടത്രേ, പൂർണ്ണ മോക്ഷപ്രാപ്തിക്ക് ഇനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരുമെന്ന്. പ്രതീകാത്മകമായി ആ ജന്മം സാധ്യമാക്കാൻ വേണ്ടിയാണത്രേ ത്യാഗരാജസ്വാമി സന്യാസിയായത്. ചുരുക്കത്തിൽ ഇനി ഒരു ജന്മത്തിന്റെ കർമ്മഭാരവും മായാബന്ധങ്ങളും ഇല്ലാതെ മറ്റൊരു ജന്മമായി തന്റെ സന്യാസത്തെ കരുതണമെന്ന് ഈ യോഗിവര്യൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. തന്റെ പ്രാർത്ഥന ഭഗവാൻ പൂർണ്ണമായും അംഗീകരിച്ചുവെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും ചെയ്തു. 1847 ജനുവരി മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ അദ്ദേഹം പരിതാപമു എന്ന കൃതി മനസ്സിൽ രചിച്ച് തന്റെ തന്നെ സ്വന്തം രാഗമായ മനോഹരിയിൽ ചിട്ടപ്പെടുത്തി പലവട്ടം ആലപിച്ചു. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാമമന്ത്രം മാത്രം ജപിച്ചുള്ള ധ്യാനം. കൃഷ്ണസ്വാമി ഭാഗവതരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ശിഷ്യന്മാർ ഇതിനെല്ലാം മൂകസാക്ഷികളായി നിന്നു. എന്നെ മോക്ഷപ്രാപ്തിയിലെത്തിക്കാമെന്നും എന്റെ ജീവൻ മുക്തി 10 നാൾക്കുള്ളിൽ സംഭവിക്കുമെന്നും എന്നോട് പറഞ്ഞ ശ്രീരാമദേവ, അങ്ങയുടെ വാക്കുകൾ ഫലിക്കില്ലേ എന്ന സന്ദേഹമാണ് ഈ കൃതിയിലൂടെ പുറത്തുവന്നത്. എന്നാൽ ജനുവരി 5-ാം തീയതി അദ്ദേഹത്തിന്റെ അവസാന കൃതിയായി ഗിരിപ്പൈ നിലകൊന്ന എന്ന കീർത്തനം ഷഹാന രാഗത്തിൽ ആ കണ്ഠത്തിൽ നിന്നും പുറത്തുവന്നു. രാമമന്ത്രത്തിൽ ആമഗ്നമായിരുന്ന തിരുവയ്യാറിലെ കാവേരി തീരം. 1847 ജനുവരി 6 പുഷ്യബഹള പഞ്ചമി ദിനം. ശിഷ്യരുടെ മുമ്പിൽ വെച്ച് തന്നെ ആ നാദം നിലച്ചു. ദിവ്യ സമാധി. കപാലമോക്ഷം തന്നെയല്ലേ ഇത്? അതെ, ഇനിയൊരു ജന്മമില്ലാതെ ശിരസ് വഴി ആത്മാവ് ബ്രഹ്മത്തിലേക്ക് യാത്രയായി. കർണാടക സംഗീത ചക്രവർത്തി, ലോകഗുരു, ഹനുമാനോളം ശ്രീരാമഭക്തി ഉണ്ടായിരുന്ന ത്യാഗബ്രഹ്മം എന്ന ത്യാഗരാജൻ, ത്യാഗങ്ങളുടെ രാജാവായി ജീവിതം കഴിച്ചുകൂട്ടിയ ധന്യാത്മാവ്. ആ ശരീരത്തിൽ നിന്നും ആത്മാവിന്റെ ദിവ്യ ജ്യോതിസ് മടക്കയാത്രയായി. കാവേരി തീരത്തെ മണൽത്തരികൾ പോലും രാമമന്ത്രം ജപിച്ചു. സന്യാസം സ്വീകരിച്ചിരുന്നതിനാൽ തന്നെ ആ ശരീരം ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇരുത്തി. ആ മണ്ണിന്റെ മുകളിൽ ഒരു തുളസിത്തറ കെട്ടി ശിഷ്യരും ഭക്തരും ആ ദിവ്യ പുരുഷനെ പാടി പുകഴ്ത്തി. ഈ സ്ഥലമാണ് പിൽക്കാലത്ത് ത്യാഗരാജ സമാധി മണ്ഡപമായി മാറിയത്. എല്ലാത്തിനും മൂകസാക്ഷിയായി കാവേരി ഒഴുകിക്കൊണ്ടിരുന്നു. 60 വർഷങ്ങൾക്ക് ശേഷം 1907 പുഷ്യബഹള പഞ്ചമി നാളിൽ വലജപ്പേട്ടിൽ ത്യാഗരാജ ഉത്സവം ആരംഭിച്ചു.
തൊട്ടടുത്ത വർഷം തിരുവയ്യാറിൽ ഉത്സവാഘോഷങ്ങൾ തുടങ്ങി. കാലം പിന്നെയും പോയപ്പോൾ ത്യാഗരാജാരാധന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആരാധനയായി മാറി. വലജപ്പേട്ട വെങ്കടരമണയ്യ ഭാഗവതരുടെ പുത്രനും ത്യാഗരാജസ്വാമിയുടെ ശിഷ്യനുമായിരുന്ന കൃഷ്ണസ്വാമി ഭാഗവതരുടെ ശിഷ്യനായിരുന്നു ബാംഗ്ലൂർ മുനിസ്വാമി അപ്പ. ഇദ്ദേഹത്തിന്റെ ശിഷ്യയായിരുന്നു ബാംഗ്ലൂർ നാഗരത്നാമ്മാൾ എന്ന പ്രശസ്ത സംഗീതജ്ഞ. മൈസൂരിലെ ദേവദാസിയായിരുന്ന നാഗരത്നമ്മാൾ സംഗീത നൃത്ത കലകളിൽ പ്രാവീണ്യം നേടുകയും അക്കാലത്ത് ധാരാളം സംഗീത സദസ്സുകൾ നടത്തുകയും ചെയ്തു. മദ്രാസിലേക്ക് തന്റെ തട്ടകം മാറ്റിയ നാഗരത്നമ്മാൾ ത്യാഗരാജസ്വാമിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു നടന്നിരുന്ന കാലം. ഒരു നാൾ അവർ തിരുവയ്യാറിലെ ത്യാഗരാജ സമാധി മണ്ഡപത്തിലെത്തി. കാട് പിടിച്ചു കിടക്കുന്ന ആ മണ്ഡപവും പരിസരവും അവരെ ഏറെ ദുഃഖിതയാക്കി. ചുറ്റുമുള്ള കുറച്ച് സ്ഥലം വില കൊടുത്തു വാങ്ങി അവർ തന്റെ മാനസ ഗുരുവിന് ഒരു ക്ഷേത്രം പണിയുവാൻ മുൻകൈയെടുക്കുകയും അതിനായി തന്റെ മദ്രാസിലുള്ള ഭവനം വിൽക്കുകയും ചെയ്തു. ബാംഗ്ലൂർ നാഗരത്നമ്മാൾ ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുകയും ഇന്ന് കാണുന്ന വിധം ത്യാഗരാജ വിഗ്രഹം സമാധിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ത്യാഗരാജസ്വാമി പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹം ഇവിടെ ഒരു പ്രത്യേക ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന ത്യാഗരാജ ആരാധന കൂടുതൽ ജനകീയമാക്കി എല്ലാ വിഭാഗം ആളുകൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഈ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ നാഗരത്നാമ്മാൾ തന്നെയാണ്. ഇന്ന് ഈ മണ്ഡപം ഏത് തലമുറയിലും ത്യാഗരാജസ്വാമിയുടെ ഓർമ്മകൾ ഉണർത്തി കാവേരി തീരത്ത് പരിലസിക്കുന്നു. ബാംഗ്ലൂർ നാഗരത്നമ്മാൾ എന്ന ആ ത്യാഗിയെ നാം എന്നും സ്മരിക്കേണ്ടതാണ്. ഈ മന്ദിരത്തിന്റെ ചുവരുകളിലെല്ലാം ത്യാഗരാജ കൃതികൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ദിവസവും പൂജയും വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക പൂജയും നടത്തപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പൂജാരി ത്യാഗരാജസ്വാമിയുടെ കുടുംബത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമ്മുടെ നയനങ്ങൾ സജലങ്ങളാകും. ത്യാഗരാജസ്വാമിയുടെ സഹോദരന്റെ ചെറുമകന്റെ ചെറുമകനാണ് ഇപ്പോഴത്തെ പൂജാരി. അദ്ദേഹത്തിന്റെ പേരോ ത്യാഗരാജ ശർമ്മ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. சுவாமிகள் பிறந்ததுலாம் 1767 திருவாரூரில் அவர் பர்த்து சுவாமிகள் பிறந்தது. அதுக்கப்புறம் திருவையார் வந்து தன்னுடைய வாழ்க்கையை அமைச்சுட்டு இங்கேயே வாழ்ந்தார். அவர் 80 வயசு வரைக்கும் வாழ்ந்திருக்கார். இது வந்து திருவையாறு தியாகபுரமத்தினுடைய சமாதி இந்த இடம். இந்த இடத்துல தான் அவர் இருந்துன்னு இருக்கார். இப்போது பிரத்யட்சமாக இங்கே இருக்கார். அப்போ நாங்கள் அவருடைய பரம்பரை சந்தமாக தியாகபுரமத்தினுடைய அண்ணாவினுடைய பேரனுடைய பேரன் எங்கள். ഈ മണ്ഡപത്തിൽ സംഗീതാർച്ചന നടത്തുവാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും സംഗീത വിദ്യാർത്ഥികൾ എത്താറുണ്ട്. സർക്കാരും സന്നദ്ധ സംഘടനകളും ഈ മണ്ഡപം ഏറ്റെടുത്ത് ഇതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംഗീത മണ്ഡപമായി മാറ്റേണ്ടതാണ്. എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന ത്യാഗരാജ ആരാധനയിൽ ആയിരക്കണക്കിന് സംഗീതജ്ഞർ പഞ്ചരത്ന കൃതികൾ പാടുന്നു. പ്രതീകാത്മകമായ ഊഞ്ചവൃത്തിയും അവർ പല സംഘങ്ങളായി നടത്തുന്നു. തിരുവയ്യാർ ഗ്രാമം മുഴുവനും ആ 7 നാൾ ഉറക്കമില്ലാതെ സംഗീത സാഗരത്തിൽ ആറാടുന്നു. ഇതേ സമയം തന്നെ അമേരിക്കയിലും ലണ്ടനിലും ഓസ്ട്രേലിയയിലും ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ത്യാഗരാജാരാധന നടക്കുന്നു. ത്യാഗരാജസ്വാമിയുടെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഭാരത സർക്കാർ 1961 ഒരു തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. യോഗിവര്യനായ ത്യാഗരാജസ്വാമി ഉപയോഗിച്ചിരുന്ന തമ്പുരു അദ്ദേഹത്തിന്റെ ശിഷ്യനായ വലജപ്പേട്ട വെങ്കടരമണ ഭാഗവതർ മധുരയിലെ ശ്രീ പ്രസന്ന വെങ്കടേശ്വര പെരുമാൾ ക്ഷേത്രത്തിലെത്തിച്ചു. കൂട്ടത്തിൽ സ്വാമിയുടെ മെതിയടിയും. മധുരൈ സൗരാഷ്ട്ര സഭയുടെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ ഇന്നും ഈ തമ്പുരുവും മെതിയടിയും സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. ത്യാഗരാജസ്വാമിയുടെ തമ്പുരു ഇടതുവശത്തും ശിഷ്യനായ വലജപ്പേട്ട വെങ്കടരമണ ഭാഗവതരുടെ തമ്പുരു വലതുവശത്തുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എത്രയോ മന്ത്രധ്വനികൾ ആ തമ്പുരുവിൽ നിന്ന് ഉയർന്നിരിക്കുന്നു. ഈ മെതിയടിക്ക് മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ വിദൂരതയിൽ കാവേരിയിൽ നിന്നും വരുന്ന കാറ്റ് നമ്മുടെ കാതുകളിൽ മന്ത്രിക്കും. ഭാവോലോ അന്തരീകി വന്ദനമൂലെന്തരോ മഹനു ഭാവോലോ അന്തരീകി വന്ദനമൂലെന്തരോ
ഭാ